മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ശിരൂരിൽ തെരച്ചിൽ ഊർജിതം. ഡ്രഡ്ജർ ഉപയോഗിച്ചും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരുമാണ് ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ നടത്തിയ തെരച്ചിലിൽ ലോറിയുടെ എഞ്ചിൻ ബോക്സ് കണ്ടെത്തിയെങ്കിലും ഇത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. അത് നമ്മളെ വാഹനത്തിൻ്റെതല്ല. തീർച്ചയായിട്ടും അത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഴക്കം ചെന്ന കുമിൻസിൻ്റെ എഞ്ചിനാണ്. കുമിൻസിൻ്റെ എഞ്ചിൻ്റെ മുകളിൽ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് കാണാതെ പറയാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഒരു ടാറ്റൻ്റെ ബാഡ്ജ് ഉണ്ടാവും. കുമിൻസ് എന്ന് പറഞ്ഞ എഞ്ചിനാണത്. പഴയ മോഡൽ എഞ്ചിനാണത്. ഒരു ട്രക്കിൻ്റെതാണ്. അത് ടാങ്കറിനാണോ മറ്റുള്ളതാണോ എന്നുള്ളത് വിശദമായി പറയേണ്ട ആള് ഞാനല്ല. അത് വിദഗ്ധന്മാർ വന്ന് ചെക്ക് ചെയ്യണം. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിൽ തടിക്കഷ്ണങ്ങളും സ്കൂട്ടറിന്റെ ഭാഗങ്ങളും കണ്ടെത്തിയിരുന്നു. നാവികസേന അടയാളപ്പെടുത്തിയിടത്ത് ഇതുവരെ ഡ്രഡ്ജിംഗ് നടത്തിയിട്ടില്ല. വേലിയേറ്റ സമയമായതിനാൽ തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയും അലക്സ് റാം മുഹമ്മദും ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, ഇന്നും നിരാശ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഈ മരക്കഷ്ണങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും അർജുൻ്റെ ലോറിയുടേത് ആയ ഒരു ഭാഗവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ലോറിയുടെ ഭാഗങ്ങൾ കിട്ടിയെങ്കിലും അത് അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. തെരച്ചിൽ മന്ദഗതിയിലാണ് എന്നുള്ള വിമർശനം അതിനിടയിൽ ഉയരുന്നുണ്ട്. ഈശ്വർ മാൽപ്പയും ചില പരാതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടത്തിനെതിരെ. പുതിയ വിവരങ്ങൾ എന്താണ് അലക്സ് റാം മുഹമ്മദ്? റിജിത്ത, ഇന്നത്തെ പരിശോധനയെ 3 ഘട്ടമായി വിലയിരുത്താൻ വേണമെങ്കിൽ, അതായത് ഒന്ന് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണും നീക്കം ചെയ്തുള്ള പരിശോധന, മറ്റൊന്ന് ഡൈവർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഡൈവിംഗ്. അത് ഈശ്വർ മാൽപ്പയെ സ്വന്തം നിലയ്ക്ക് നടത്തിയ ഡൈവിംഗ്, ഒന്ന് ഈ ഡ്രഡ്ജർ കമ്പനിയിലെ ഡൈവർമാർ, ആ കമ്പനി തന്നെ ഏർപ്പാടാക്കിയ ഡൈവർമാർ നടത്തിയ ഡൈവിംഗ്. ഈ 2 ഡൈവിംഗിലും ചില വസ്തുക്കൾ ഇന്നും പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ തിരച്ചിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ CP4 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും CP3 എന്ന് പറയുന്ന പോയിന്റിലുമാണ് ഈ ഡൈവർമാർ ഇന്ന് പരിശോധന നടത്തിയത്. ഇന്ന് മുങ്ങിത്താണ് അവർ പരിശോധന നടത്തിയത്. CP4-ൽ പരിശോധന നടത്തിയത് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാരാണ്. അവിടെ നിന്ന് അവർ കണ്ടെത്തിയത് ഒരു ലോറിയുടേതോ അല്ലെങ്കിൽ ട്രക്കിന്റേതോ എന്ന് കരുതുന്ന ഒരു എഞ്ചിന്റെ ഭാഗമാണ്. ആ എഞ്ചിന്റെ ഭാഗം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയും ചെയ്തു. പക്ഷെ അത് ഈ മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ലോറി, അതായത് അർജുൻ ഓടിച്ച ടാങ്കറിന്റേതല്ല, ട്രക്കിന്റേതല്ല എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊരു ടാറ്റയുടെ എഞ്ചിനാണെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ ഈ CP3 എന്ന് പറയുന്ന പോയിന്റിൽ ഈശ്വർ മാൽപ്പയാണ് മുങ്ങിത്താണ് പരിശോധന നടത്തിയത്. അവിടെ നിന്ന് തടിക്കഷ്ണങ്ങളും ഒപ്പം ഒരു ആക്റ്റീവ സ്കൂട്ടറുമാണ് പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആ തടിക്കഷ്ണങ്ങൾ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്, കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് അർജുൻ ഓടിച്ച ഈ ട്രക്കിലെ തടിക്കഷ്ണങ്ങളാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്റ്റീവ സ്കൂട്ടർ ആരുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് ലക്ഷ്മണിന്റേതാകാം. അത് ലക്ഷ്മണിന്റെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ആക്റ്റീവ സ്കൂട്ടർ ഉണ്ട്, അത് ആ സ്കൂട്ടർ ആകാം, അതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതെന്താണെങ്കിലും മുകളിൽ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും അതിൽ. ശരി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു.